ഹായ് ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനസ് ടോക്സ്. ഞാൻ അനസ് യൂസഫ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ള ഒരു കാര്യത്തിനെ കുറിച്ചുള്ള എൻ്റെ റിയാക്ഷൻ അല്ലെങ്കിൽ എൻ്റെ ഒപ്പീനിയൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒന്നുമല്ല, നമ്മളുടെ സ്വന്തം ടീമായിട്ടുള്ള കേരള ബ്ലാസ്റ്റേഴ്സ് ബേസ് ചെയ്തിട്ട് തന്നെയാണ്. നമ്മളെ ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലെയർ ആയിട്ടുള്ള ജോഷുവ സെട്ടീരോനെ എൻ്റെ ഇൻഫോർമേഷൻസ് കറക്റ്റ് ആണെങ്കിൽ നമ്മൾ ട്രാൻസ്ഫർ ഫീ കൊടുത്ത് സൈൻ ചെയ്തൊരു പ്ലെയറാണ്. ഓസ്ട്രേലിയക്ക് വേണ്ടിയിട്ട് അണ്ടർ 20 നാഷണൽ ടീമിലും അണ്ടർ 23 നാഷണൽ ടീമിലും റെപ്രസെൻറ്റ് ചെയ്തൊരു പ്ലെയർ. ഓസ്ട്രേലിയയിലെ അത്യാവശ്യം പ്രോമിനൻ്റ് ആയിട്ടുള്ള ക്ലബ്ബുകളിലൊക്കെ കളിച്ചിട്ടുള്ള ഒരു അറ്റാക്കിംഗ് പ്ലെയർ, വിങ്ങർ സ്ട്രൈക്കർ റോളിൽ കളിക്കുന്ന ഒരു പ്ലെയർ. സോ ആ പ്ലെയറിനെ നമ്മൾ സൈൻ ചെയ്തതാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി കഴിഞ്ഞ സീസണിൻ്റെ പ്രീ സീസൺ ടൈമിൽ ഒരു ഇഞ്ചുറി സംഭവിക്കുകയും ആ പ്ലെയർ സീസൺ ഔട്ട് ആവുകയും ചെയ്തു. സോ അതുകൊണ്ട് നമുക്ക് ആ പ്ലെയറുടെ സേവനം കഴിഞ്ഞ സീസണിൽ യൂസ് ചെയ്യാൻ പറ്റിയില്ല. അതിൻ്റെ ശേഷം പുള്ളി റിക്കവർ ചെയ്ത് റീഹാബൊക്കെ ചെയ്ത് മാച്ച് ഫിറ്റ് ആയിട്ട് ഇപ്രാവശ്യം നമ്മളെ ടീമിൻ്റെ കൂടെ ജോയിൻ ചെയ്ത് കൊച്ചിയിൽ. അതിൻ്റെ ശേഷം ടീമിൻ്റെ കൂടെ തായ്ലൻഡിലോട്ട് ട്രാവൽ ചെയ്തു. എഗെയിൻ അവിടുന്ന് ഒരു ചെറിയ ഇഞ്ചുറി, നോട്ട് ദാറ്റ് ബിഗ് ഇഞ്ചുറി, ഒരു ചെറിയ ഇഞ്ചുറി അവിടുന്ന് സംഭവിക്കുന്നു. പുള്ളി കൊൽക്കത്തയിലോട്ട് വരുന്നു. ഇപ്പോൾ ടീമിൻ്റെ കൂടെ ഡൂറൻ കപ്പിൻ്റെ സ്ക്വാഡിൻ്റെ കൂടെ തന്നെ കൊൽക്കത്തയിലുണ്ട്. ബട്ട് നമ്മൾ ഡൂറൻ കപ്പിൻ്റെ സ്ക്വാഡ് പ്രഖ്യാപിച്ചപ്പോൾ അതിൽ സൊട്ടീരിയോ ഇല്ല. പക്ഷേ എനി ടൈം നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുമെങ്കിൽ രജിസ്റ്റർ ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ അവൈലബിളും ആണ്. പുള്ളി ഓൾമോസ്റ്റ് ഇഞ്ചുറിയിൽ നിന്നൊക്കെ റിക്കവറായി റീഹാബൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളുടെ പുതിയ സെൻറ്റർ ബാക്ക് ആയിട്ടുള്ള അലക്സാൻഡ്രോ കൊയ്ഫിൻ്റെ വീഡിയോ ടീം യൂട്യൂബിൽ ഇട്ടപ്പോൾ അതിലൊരു ഗ്ലിംസ് പോലെ ചെറിയൊരു ഭാഗം നമ്മുടെ സൊട്ടീരിയോനെയും കാണാനുണ്ട്. അന്ന് മുതൽ തുടങ്ങിയതാണ്, കഴിഞ്ഞ 2-3 ദിവസമായിട്ട് തുടങ്ങിയതാണ് അനാവശ്യമായിട്ടുള്ള ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യുക. അദ്ദേഹത്തിനെ നമ്മൾ സൈൻ ചെയ്ത പ്ലെയറാണ്. ശരിയാണ്, നമുക്കിപ്പോൾ പ്രസൻ്റ്ലി ഒരു പ്യുവർ സ്ട്രൈക്കറിനെയാണ് ആവശ്യം. അത് മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഡിലേ ഉണ്ടായിട്ടുണ്ട്. സൈനിങ് നടത്താനും അനൗൺസ്മെൻറ്റ് ചെയ്യാനും ടീമിൻ്റെ കൂടെ ചേർത്താനും എല്ലാം ഡിലേ ഉണ്ടായിട്ടുണ്ട്. നമ്മളൊരു പുതിയ സീസണിനെ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 6 വീക്ക് കമ്പൽസറി ആയിട്ട് പ്രീ സീസൺ കിട്ടേണ്ട സമയത്ത്, ഫുൾ സ്ക്വാഡ് പ്രീ സീസൺ കിട്ടേണ്ട സമയത്ത് 4 വീക്കും കൂടി ഇനി ISL തുടങ്ങാൻ ബാക്കിയുള്ളൂ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലാണ് നമ്മളുള്ളത്. നമുക്ക് പ്ലെയറിന് അനൗൺസ്മെൻറ്റ് വന്നിട്ടില്ല, പ്ലെയർ ഇന്ന് ടീമിൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നു കണ്ടിട്ടില്ല. അതൊക്കെ ശരിയാണ്. പക്ഷേ ആ ഹെയ്റ്റ് പോകേണ്ടതോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രൊട്ടസ്റ്റ് കാണിക്കേണ്ടതോ ഈ ജോഷുവ സെട്ടീരിയോ എന്ന് പറഞ്ഞ പ്ലെയറിൻ്റെ അടുത്തല്ല. ആളും നമ്മളുടെ പ്ലെയർ തന്നെയാണ്. പുള്ളി നമ്മളുടെ ലോഗോ ഉള്ള ജേഴ്സി ചെസ്സിൽ വെച്ച് കളിക്കുന്ന പ്ലെയർ തന്നെയാണ്. ഇത് മാനേജ്മെൻറ്റ് ഡിസിഷനാണ്. നമുക്കിപ്പോൾ ജോഷുവ സെട്ടീരിയോയും കൂടി കൂട്ടി 6 ഫോറിനേഴ്സ് ഓൾറെഡി ഉണ്ട്. എനിവേ നമ്മൾ ഈ സ്ക്വാഡ് വെച്ചല്ല സെറ്റിൽ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഒരു സ്ട്രൈക്കറിനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് ട്രൈ ചെയ്തിട്ടുള്ള പ്ലേയേഴ്സിൻ്റെ ഡീലൊക്കെ ഫെയിലായി പോയിട്ടുണ്ടായിരുന്നു. അതങ്ങനെയാണ്, ട്രാൻസ്ഫേഴ്സ് നമ്മൾ 10 ട്രൈ ചെയ്യുമ്പോൾ ഒരെണ്ണല്ലേ നടക്കുകയുള്ളൂ, ബാക്കിയൊക്കെ ഫെയിലായി പോകും. സ്വാഭാവികമാണ് ട്രാൻസ്ഫറിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പക്ഷേ അനാവശ്യ ഡിലേ ഉണ്ട്, 1% പോലും ന്യായീകരിക്കണില്ല, അനാവശ്യ ഡിലേ ഉണ്ട്. ബട്ട് ആ ഹെയ്റ്റ് പോകേണ്ട ആൾ ജോഷുവ സെട്ടീരിയോ അല്ല. ഫുട്ബോളാണ്, ബോഡി കോണ്ടാക്ട് ഗെയിമാണ്, ഇഞ്ചുറീസ് ഉണ്ടാവും. അതിൽ നിന്ന് റിക്കവർ ചെയ്ത് പുള്ളി ഒരു പ്രൊഫഷണലാണ്, ആൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ആൾ റിക്കവറിങ് സ്റ്റേജിലാണ്. അങ്ങനത്തെ ഒരു സമയത്ത് ഈ ജോഷുവ സെട്ടീരിയോനെ വെച്ചുള്ള ട്രോളും അല്ലെങ്കിൽ പുള്ളീനെ വെച്ച് നമ്മൾ സെറ്റിൽഡായി എന്ന് എന്താ പറയുക, ആ ഒരു പ്രൊപ്പഗൻഡനോട് ഒട്ടും താല്പര്യമില്ല. അല്ലെങ്കിൽ നമ്മൾ ആ ടീമിനെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ എന്ന് പറയുന്ന ഗെയിമിനെ ഇഷ്ടപ്പെടുന്ന ഒരാളെന്ന നിലയിൽ ഭയങ്കര ഹേർട്ടായി പോയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. ആൾ നല്ലൊരു പ്ലെയറാണ്. നമ്മളുടെ മാനേജ്മെൻറ്റിൻ്റെ ഡിസിഷനാണ് നമ്മളുടെ ടീമിൽ എത്ര പ്ലെയേഴ്സിനെ കീപ്പ് ചെയ്യണം എന്നുള്ളത്. 6 പേരെ മാക്സിമം രജിസ്റ്റർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ISL റൂള്. നമുക്ക് ഓൾറെഡി 6 പേരുണ്ട്. നമ്മൾ ഒരു സ്ട്രൈക്കറിനെ അഗ്രസീവ്ലി നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ പ്ലെയർ വന്നാൽ 7ാമത്തെ പ്ലെയർ ആവും. ശരിയാണ്, ആ 7 പ്ലെയറിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ ഒരു പ്ലെയറിനെ ലോൺ ഔട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് സൊട്ടീരിയോ ആണോ അല്ല വേറെ വല്ലവരാണോ നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റില്ല. അത് കോച്ചിൻ്റെ ഡിസിഷനാണ്. ഒരു പ്ലെയറിനെ ലോൺ ഔട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ആ പ്ലെയറിനെ നമ്മളെ കൂടെ തന്നെ കീപ്പ് ചെയ്യാൻ പറ്റും. 7ാമത്തെ പ്ലെയറായിട്ട് കീപ്പ് ചെയ്യാം. ഒരു ടീമിന് 6 പേരല്ല സൈൻ ചെയ്യാൻ പറ്റും. ഒരു ടീമിന് 10-15 സൈൻ ചെയ്യാം ഫോറിനേഴ്സിനെ. 6 പേരെ ടൂർണമെൻറ്റിന് രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ISL ടൂർണമെൻറ്റ്. ISLൻ്റെ സെയിം ടൈമിൽ തന്നെ ഓൺഗോയിങ് ടൈമിൽ സൂപ്പർ കപ്പ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് സൂപ്പർ കപ്പിൽ വേറൊരു പ്ലെയറിനെ, ഈ 6 പേരല്ല, 6 ISL രജിസ്റ്റർ ചെയ്ത 6 പേരല്ലാത്ത വേറെ ഒരു പ്ലെയറിനെ നമുക്ക് സൂപ്പർ കപ്പിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ സൊട്ടീരിയോക്ക് കളിക്കാം, അല്ലെങ്കിൽ പെപ്പറയാണോ പെപ്പറയ്ക്ക് കളിക്കാം, അല്ലെങ്കിൽ ആരാണോ മാനേജ്മെൻറ്റ് തീരുമാനിക്കുന്നത് അവർക്ക് കളിക്കാൻ പറ്റും. അങ്ങനത്തെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നമുക്ക്. അപ്പോൾ ആ സമയത്ത് എന്തിനാണ് ഇത്രയും ഹെയ്റ്റ് ഈ പ്ലെയറിനെ ചെയ്തുകൊണ്ടിരിക്കണമെന്ന് അറിയില്ല. ഹി ഡിസേർവ്സ് മോർ. അദ്ദേഹം ഒരു ക്വാളിറ്റി പ്ലെയറാണ്. ആളൊരു വിങ്ങർ സ്ട്രൈക്കർ റോളിൽ കളിക്കുന്ന ഒരു പ്ലെയറാണ്, ക്വാളിറ്റി ഉള്ള പ്ലെയർ തന്നെയാണ്.
നമ്മൾ അത് വിചാരിച്ച് നമ്മൾ സെറ്റിൽ ഡൗൺ ചെയ്യണില്ല, നമ്മൾ സ്ട്രൈക്കറിനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ ഇങ്ങനത്തെ ഈ അനാവശ്യ ഹെയ്റ്റ്സ് പ്ലീസ് ദയവ് ചെയ്ത് ഒഴിവാക്കണം. ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ് ഇങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ കാണുന്നത്. സോ ഗൈസ്, മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഇറ്റ്സ് ബൈ ഫ്രം അനസ് യൂസഫ്.